ഭൂഗോള വിവരണം കഴിഞ്ഞു. ആകാശത്തിൽ എത്രയോ എത്രയോ ജ്യോതിർഗോളങ്ങളുണ്ട്. ഈ ജ്യോതിർഗോളങ്ങളെല്ലാത്തിനെയും കൂടി ജ്യോതിശ്ചക്രം എന്നാണ് പറയാറുള്ളത്. സൂര്യനാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. സൂര്യനെ ചുറ്റിക്കൊണ്ട് എത്രയോ ഉപഗ്രഹങ്ങളുണ്ട്. അങ്ങനെ എത്ര ഉപഗ്രഹങ്ങളുണ്ട്, എത്ര ഗ്രഹങ്ങളുണ്ട്, ഇതൊന്നും ഇതേവരെ ആർക്കും കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അതുപോലെ അനേക കോടി നക്ഷത്രങ്ങൾ. ഈ ജ്യോതിശ്ചക്രത്തിൻ്റെ ഒട്ടാകെയുള്ള ആകൃതി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ശിംശുമാരത്തിൻ്റെ ആകൃതി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ശിംശുമാരം എന്ന് പറഞ്ഞാൽ മുതല എന്നർത്ഥം. ഒരു വശം അല്പം വലത്തോട്ട് വളഞ്ഞ് മറ്റേ ഭാഗം ലേശം ഇടത്തോട്ടും വളഞ്ഞ് ആ രീതിയിലാണത്രേ അത് വർത്തിക്കുന്നത്. ഏകദേശം ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഇപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ജ്യോതിശ്ചക്രം 2 ലീഫ് മാത്രമുള്ള ഫാനിൻ്റെ ലീഫുണ്ടല്ലോ അതിൻ്റെ ആകൃതിയിലാണ് എന്ന്. അത് ഇങ്ങനെയാണ്, ഒരു വശം അല്പം ഇടത്തോട്ട് വളഞ്ഞ് മറ്റേ വശം ലേശം വലത്തോട്ട് വളഞ്ഞും ഇങ്ങനെ ഒരു മുതലയുടെ ആകൃതിയിൽ ഇരിക്കുന്ന ഈ ജ്യോതിശ്ചക്രത്തിനെ ഭഗവാന്റെ ഒരു ശിംശുമാര സ്വരൂപമായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ ശിംശുമാരമൂർത്തിയെ ഭജിച്ചാൽ മതി, കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും. അങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനം? നശ്യേത തൽക്കാലജമാശു പാപം, അതേവരെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം തീരും എന്നും പറഞ്ഞു. ഭൂഗോള വിവരണം കഴിഞ്ഞു. ആകാശത്തിലെ ജ്യോതിർഗോളങ്ങളെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞു. ഭൂമിയുടെ താഴെ അതലം, വിതലം, സുതലം, തലാതലം എന്ന് തുടങ്ങിയിട്ട് 7 ലോകങ്ങൾ. ഈ ഭൂമിയുടെ താഴെയാണ് എന്നതുകൊണ്ട് ലോകങ്ങൾ ഇരുട്ടുകുഴിയാണെന്നൊന്നും വിചാരിക്കരുത്. സാക്ഷാൽ ദിവ്യസ്വർഗത്തിലെ രത്നങ്ങളെക്കാൾ വിശേഷപ്പെട്ട രത്നങ്ങൾ ഈ ലോകങ്ങളിലുണ്ട്. അവിടുത്തെ നല്ല പൂക്കളേക്കാൾ നല്ല വിശേഷപ്പെട്ട പൂക്കൾ ഈ ലോകങ്ങളിലുണ്ട്. നല്ല ഐശ്വര്യം നിറഞ്ഞതാണ് ഈ ലോകങ്ങളൊക്കെയും എന്നർത്ഥം. 7 ലോകങ്ങളിൽ 6 ലോകത്തിലുള്ളവർക്കും ഭയമുണ്ട്. കാലചക്രം വന്നാൽ ഏതും നശിക്കും. പക്ഷേ സുതലം എന്ന ലോകത്തിൽ താമസിക്കുന്ന മഹാബലിക്ക് ആ ഭയവും കൂടിയില്ല. എന്തുകൊണ്ടെന്നല്ലേ, അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായിട്ട് സാക്ഷാൽ ഭഗവാൻ വാമനമൂർത്തി ഗജാപാണിയായിട്ട് ഗോപുരദ്വാരത്തിൽ ഇങ്ങനെ വർത്തിക്കുന്നു. അവിടെ താമസിക്കുന്നിടത്തോളം കാലം മഹാബലിക്കോ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന ആളുകൾക്കോ ഒരു വാർദ്ധക്യം, ക്ഷീണം, രോഗം, വാട്ടം ഇതൊന്നും അനുഭവപ്പെടില്ല. എന്നല്ല, അദ്ദേഹത്തിനെ കയറി ആക്രമിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുമില്ല. ത്രിഭുവന ചക്രവർത്തിയായി തീർന്ന രാവണൻ ഒരിക്കൽ മഹാബലിയെ ജയിക്കാൻ പുറപ്പെട്ടു എന്ന ഒരു കഥ ഇവിടെയുണ്ട്. ഭുവനൈക വീരൻ താനാണ് എന്ന് രാവണൻ ധരിച്ചു വശായി. ആരോ പറഞ്ഞു മഹാബലിൻ്റെ ഒരാളുണ്ട്, ആൾ സുതലത്തിലാണ് താമസിക്കുന്നത് എന്നൊക്കെ. എന്നാൽ ആ ആളെയും കൂടി ജയിച്ചേക്കാം നിശ്ചയിച്ച് പുറപ്പെട്ടു. എന്നിട്ട് സുതലത്തിൻ്റെ ഗോപുരദ്വാരത്തിൽ വന്നു. അവിടെ ഒരു 2-3 അടി പൊക്കമുള്ള ഒരാൾ കയ്യിൽ ചെറിയ ഒരു ഗദയും പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. രാവണൻ പറഞ്ഞു ആളോട്, മഹാബലി അങ്ങോട്ട് വിളിക്കൂ, യുദ്ധത്തിനാണ്, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആൾ ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു രാവണൻ അങ്ങോട്ട്. ഞാൻ ത്രിഭുവന വിജയി രാവണൻ. അപ്പോൾ ഈ 2 അടി പൊക്കമുള്ള ആൾ പറഞ്ഞു, മഹാബലിയോട് യുദ്ധം ചെയ്യാൻ അങ്ങക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ വച്ച് നമുക്കൊന്ന് പരീക്ഷിച്ചിട്ടാവാം. ഈ 2 അടി പൊക്കക്കാരൻ തന്നോട് യുദ്ധത്തിന് വരികയെ. രാവണൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നു. എടുത്തൊരേറങ്ങോട്ട് എറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അടുക്കലേക്ക് ചെന്നത്. അടുത്ത് ചെന്നപ്പോൾ വാമനമൂർത്തി വിരലോണ്ട് ഒരടിയടിച്ചു. ഇങ്ങോട്ട് പുഷ്പക വിമാനത്തിലേറിയിട്ടാണ് ആകാശമാർഗത്തിലൂടെ രാവണൻ വന്നത്. അങ്ങോട്ട് വിമാനം ഇല്ലാതെ കണ്ട് ആകാശമാർഗത്തിലൂടെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഇതാണ് കഥ. എന്തുകൊണ്ട് ഇങ്ങനെ മഹാബലിയെ സദാസമയവും വാമനമൂർത്തി സംരക്ഷിച്ചുകൊണ്ടിരിക്കണു? അദ്ദേഹം അവനവനെ തന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച ആളാണ്. ഇങ്ങനെ ആത്മനിവേദനം ആര് ചെയ്യുന്നു, ആ ആളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഭഗവാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഭഗവാൻ കാവൽക്കാരനായിട്ട് നിൽക്കെ ഈ ഭക്തന് ഭയപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് സുതലം എന്ന ലോകത്തിൽ ഭയം എന്ന വികാരത്തിനെ പ്രസക്തിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഭൂമിയുടെ അടിയിലുള്ള 7 ലോകങ്ങളുടെയും കഥ പറഞ്ഞു. അതിൽ 7ാമത്തെ ലോകമാണ് പാതാളം. പാതാളത്തിന് ഒരു അടിവശം ഉണ്ട്, അതാണ് പാതാള മൂലം. അവിടെ സാക്ഷാൽ സംഘർഷണമൂർത്തി വർത്തിക്കുന്നുണ്ട്. 1000 ശിരസ്സുകളുണ്ട് അദ്ദേഹത്തിന്. ഓരോ മുഖത്തിൽ കൂടിയും അദ്ദേഹം ഭഗവത് കഥകൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭഗവത് കഥാപ്രഭാഷണം കേൾക്കാൻ എത്രയോ നാഗരാജകുമാരിമാർ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടാണ് അവർ വർത്തിക്കുന്നത്. എന്നാണ് തുടങ്ങിയത് എന്നറിഞ്ഞുകൂടാ ഈ ഭഗവത് കഥാപ്രഭാഷണം.
ഇങ്ങനെ ഒരേ സമയം 1000 മുഖങ്ങളിലൂടെ ഭഗവത് കഥകൾ വർണ്ണിച്ചിട്ടും അത് ഒരു തവണയെങ്കിലും പറഞ്ഞവസാനിപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഭഗവാന്റെ മഹിമ വർണ്ണിച്ചവസാനിപ്പിക്കുക എന്നത് ഒരിക്കലും ആരെക്കൊണ്ടും സാധിക്കില്ല എന്നർത്ഥം. ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടെന്ന് ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ? മഴ പെയ്യണ സമയത്ത് ആകാശത്തിൽ നിന്ന് എത്ര തുള്ളി വെള്ളം ഭൂമിയിൽ വീണു എന്ന് ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ? ആകാശത്തിൽ എത്ര കോടി നക്ഷത്രങ്ങളുണ്ട് എന്ന് ആർക്കെങ്കിലും കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അഥവാ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ പോലും ഭഗവാന്റെ ഗുണങ്ങൾ ഇത്ര എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന കാര്യം തീർച്ച. അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് സംഹാരരുദ്രൻ ആവിർഭവിക്കുക. ഈ ലോകത്തിൻ്റെ അവസാന ഘട്ടം ആവുമ്പോൾ ആ സംഹാരരുദ്രനാണ് ഇതിനെ മുഴുവനും നശിപ്പിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം നാരദ മഹർഷി ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെന്ന് ഉറക്കെ പ്രസംഗിക്കുന്നുണ്ട്. ബ്രഹ്മലോകത്തിൽ ചെന്ന് അനന്തമൂർത്തിയുടെ മാഹാത്മ്യമാണ് നാരദൻ പ്രശംസിക്കുന്നത്. ഇനി ഭഗവാന്റെ നാമം ജപിക്കാൻ വിട്ടുപോയാലും അനന്തമൂർത്തിയുടെ നാമം ഒന്ന് ജപിച്ചാൽ പോരായില്ല. എന്നാൽ തന്നെ ഹന്ത്യംഹ, പാപങ്ങളെല്ലാം തീരും. അതും പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ഭൂമിയുടെ വിവരണം കഴിഞ്ഞു, ഭൂമിയുടെ മുകൾ ഭാഗത്ത് ജ്യോതിശ്ചക്രത്തിൻ്റെ വിവരണം കഴിഞ്ഞു, ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളുടെ വിവരണവും കഴിഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത്ത് ചോദിച്ചു, നരകം എന്ന ലോകത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ഇതേവരെ മിണ്ടുണ്ടായില്ല. മിണ്ടാണ്ട് കഴിക്കാമെന്ന് തന്നെയായിരുന്നു ശ്രീശുഖൻ്റെ വിചാരം. ചോദിച്ച സ്ഥിതിക്ക് പിന്നെ പറയാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു, ഭൂമിയുടെ തെക്ക് വശത്താണ്, ഭൂമിയുടെ താഴെ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് ആണ് ഈ നരകങ്ങൾ. ഇതിൻ്റെയൊക്കെ കേന്ദ്രം മഹാമേരു പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്താണ്. സംയമനി എന്ന പുരിയിൽ ഇരുന്നു കൊണ്ടാണ് യമൻ ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നരകലോകം എത്രയെന്ന് ചോദിച്ചാൽ അനവധിയുണ്ട്. ഇന്ന പാപം ചെയ്താൽ ഇന്ന നരകത്തിൽ അത് ഇത്ര കാലം പീഡനമേൽക്കുക, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ആ ശിക്ഷാനിയമം അനുസരിച്ചാണ് ഓരോരോ പാപികൾക്ക് അതാത് രീതിയിൽ ശിക്ഷകൾ കിട്ടുക. അനേകം ഉണ്ട് നരകങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ 28 നരകങ്ങളുടെ പേര് പറഞ്ഞു. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അന്യൻ്റെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുള്ള ആളുകളാണത്രേ ഈ താമിശ്രം എന്ന നരകത്തിൽ വന്ന് വീഴുക. വലിയൊരു ഇരുട്ടുകുഴി പോലെയാണ് അത്. യമദൂതന്മാർ ഇവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. എന്നിട്ട് ആ കുഴിയുടെ അടുത്തങ്ങോട്ട് കൊണ്ട് ചെന്നാൽ ഒരു ഉന്തങ്ങോട്ട് ഉന്തും, അങ്ങനെ ധുന്ന് താഴ്ത്തങ്ങോട്ട് വീഴും. അവിടെ ഉണ്ട് യമദൂതന്മാർ. അവർ ചാട്ടവാറ് കൊണ്ട് പുറത്ത് നല്ല അടി ഇങ്ങനെ അടിക്കും, പാപം തീരുന്നത് വരെ. അത് അവിടുത്തെ. ഇനി അന്ധതാമിശ്രം എന്ന് വേറൊന്നുണ്ട്. അത് ഇതിനേക്കാളും വലിയ ഇരുട്ടുകുഴിയാണ്. ഇതിനേക്കാളും വലിയ ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ് കിട്ടുക അന്ധതാമിശ്രത്തിൽ. രൗരവം എന്ന വേറൊന്ന്. ഇവിടെ ഓരോ ജീവികളെ ദ്രോഹിച്ചിട്ടുള്ള ആളുകളത്രേ ഈ രൗരവം എന്ന നരകത്തിൽ വന്ന് വീഴുക. ആ നരകത്തിൽ ഇവിടെ വേദന ഏറ്റിട്ടുള്ള ജീവികൾ രുരുക്കളായിട്ട് ജനിച്ചിട്ടുണ്ടാവും. അവരിങ്ങനെ മേലാസകലം കടിക്കും. രുരു എന്ന് പറഞ്ഞാൽ പാമ്പിനേക്കാൾ ഭീകരമായിട്ടുള്ള ജീവി. മഹാരൗരവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ഒന്ന്. ഈ ജീവികളെ വേദനിപ്പിക്കുമ്പോൾ തന്നെ അവനവൻ്റെ ആവശ്യത്തിന് കുറച്ചൊക്കെ വേദനിപ്പിക്കുക, അങ്ങനെയുണ്ട് ഒരു വക. ഇതൊന്നും കൂടാതെ കണ്ട്, ഒരാവശ്യവും കൂടാതെ കണ്ട് വളരെ ക്രൂരമായി വേദനിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരാണ് മഹാരൗരവത്തിൽ വന്ന് വീഴുക. ഈ ജീവികളൊക്കെ മഹാരുരുക്കളായിട്ടാണ് ജനിക്കുക. പാമ്പിനേക്കാൾ ഭീകരമായ സത്വം മേലാസകലം ഇങ്ങനെ കടിച്ച് അങ്ങനെ വേദന ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വക. പിന്നെ സൂകരമുഖം എന്ന ഒന്ന്. കുറ്റം ചെയ്യാത്ത ആളുകളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഭേദ്യം ചെയ്ത് കുറ്റം സമ്മതിപ്പിക്കുക. അങ്ങനത്തെ ആളുകൾ മിക്കവാറും പോലീസുകാർക്കാണ് ഈ നരകത്തിൽ വീഴേണ്ടി വരിക. അവിടെ ചെന്നാൽ കൈ വെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കിട്ടും. പിന്നെ അസിപത്രവനം എന്ന വേറൊന്ന്. ഇവിടെ ഈശ്വരനില്ല, ധർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇവരാണത്രേ അസിപത്രവനം എന്ന നരകത്തിൽ എത്തിച്ചേരുക. അവിടെ ധാരാളം ചെടികളുണ്ട്, മരങ്ങളുണ്ട്, വള്ളികളുണ്ട്. ഓരോന്നിൻ്റെ ഇല ബ്ലേഡ് പോലെയാണ്, തൊട്ടാ മുറിയും. യമദൂതന്മാർ കൽപ്പിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ. അങ്ങനെ ഓടി ഈ ഇലകളൊക്കെ മേലിങ്ങനെ മുട്ടി മേലൊക്കെ മുറിഞ്ഞ് ചോര ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് ഹാഹതോസ്മീതി പരമയാ വേദനയാ മൂർച്ഛിത, അയ്യോ എന്ന് ഉറക്കം നിലവിളിക്കും എന്നാണ് പറയണത്. വേദന ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഓടാൻ പറയും. എത്ര നിലവിളിച്ചിട്ട് എന്താ കാര്യം? യമനെ വിളിച്ച് നിലവിളിച്ചിട്ടും യാതൊരു പ്രയോജനമില്ല. പാപികളുടെ നേർക്ക് യമന് ലവലേശം കരുണയില്ല. യമസ്യ കരുണാ നാസ്തി
കർത്തവ്യം ഹരികീർത്തനം. കരുണാസമുദ്രമായ ഭഗവാനെ വിളിക്കാത്ത ആളുകൾക്കാണ് ഈ മാതിരി നരകപീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടതായിട്ട് വരിക. പിന്നെ ഊണ് കഴിക്കാൻ ഭാവിക്കുന്ന സമയത്ത് ഒരാൾ കുടുംബത്തിലേക്ക് കയറി വന്നു, വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആൾക്ക് ആഹാരം കൊടുക്കാതെ കണ്ട് മിണ്ടാണ്ടിരിക്കും. അത് പോവും, ഞാൻ ഇവിടെ ഊണ് കഴിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആട്ടി പായിച്ചു എന്ന് വയ്ക്കുക. യസ്തിഹവ അസംവിഭജ്യ അശ്നാതി യൽക്കിഞ്ചനോപനതി. അങ്ങനെ ആ ആൾ എവിടെ എത്തുന്നോ കൃമിഭോജനം എന്ന നരകത്തിലാണ് അത്രയും വന്ന് വീഴുക. അയാൾക്ക് ആ നരകത്തിൽ വെച്ച് കൃമികളെ തിന്നേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കൃമികൾ അയാളെ ഇങ്ങോട്ടും കടിച്ചു തിന്നും. എന്നിട്ട് ഈ കൃമികളുടെ ഇടയിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. അതാണ് പറയണത്. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ വിശക്കുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കണം. അതാണ് പറഞ്ഞതിൻ്റെ സാരം. എത്രത്തോളം കൊടുക്കാൻ സാധിക്കുന്നു അത്രയും കൊടുക്കാൻ സാധിച്ചാൽ അത് ലാഭം എന്ന് വിചാരിക്കാം. കൊടുക്കാതെ കണ്ടിരുന്നാൽ അത് നഷ്ടം. ഋഷിമാരുടെ ചൊല്ല് അതാണ്. എന്താ സാധാരണ ആളുകൾ നഷ്ടം നഷ്ടം എന്ന് വിചാരിക്കാറ്. അയാൾക്കൊരു 100 രൂപ കൊടുത്തു, പിന്നെ തിരിച്ചു തന്നില്ല, നഷ്ടം. അങ്ങനെ വിചാരിക്കരുത്. തന്നഷ്ടം യൽ ന ദീയതേ എന്ന്. എന്ത് കൊടുക്കുന്നു അതല്ല നഷ്ടം, എന്ത് കൊടുക്കാതിരിക്കുന്നു അതാണ് നഷ്ടം. കൊടുത്തേർത്തോളം നഷ്ടം എന്നല്ല, കൊടുത്തേർത്തോളം ലാഭം എന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാൽ ആൾക്ക് നരകത്തിൽ വീഴേണ്ടി വരില്ല. നേരെ മറിച്ച് ആർക്കും ഒന്നും കൊടുക്കാതെ കണ്ട് അവനോ തന്നെ തിന്ന് 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 അങ്ങനെ ജീവിച്ചാൽ ഇഹലോകത്തിൽ രോഗവും പരലോകത്തിൽ നരകവും അങ്ങനെയാണ് എത്തിച്ചേരുക. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിന് തന്നെ അല്പം ഭയം തോന്നി. ചെറിയ ഒരു പാപം ചെയ്താൽ പോലും ഭീകരമായിട്ടുള്ള നരകപീഡ ഏൽക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. നടക്കുന്ന സമയത്ത് ഒരു ഉറുമ്പിനെ ചവിട്ടി. അപ്പോൾ ഉറുമ്പിന് വേദനയാവില്ലേ? അത് മതി നരകത്തിൽ വന്ന് വീഴാൻ. ഇങ്ങനെയാണെങ്കിൽ ആർക്കാ നരകത്തിൽ നിന്ന് മോചനം? അതാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. ഏത് പാപം ചെയ്താലും അതിന് പരിഹാരമുണ്ട് എന്നാണ് പിന്നെ ശ്രീശുകന് പറയാനുള്ളത്. എത്ര പാപം ചെയ്താലും ഭഗവത് ഭക്തി ഒന്നുകൊണ്ട് തന്നെ ആ പാപങ്ങളെ മുഴുവനും ദൂരീകരിക്കാൻ സാധിക്കും. അനേകം പാപങ്ങൾ ചെയ്ത് ഭഗവത് ഭക്തി ഒന്നുകൊണ്ട് തന്നെ പാപങ്ങളെ മുഴുവനും ദൂരീകരിച്ച ഒരാളുണ്ട്. ആ ആളുടെ പേരാണ് അജാമിളൻ എന്ന്. ഇനി അജാമിളൻ്റെ കഥയാണ് പറയാൻ പോണത്.